ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഉത്രം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാൽ പോലും സ്വന്തമായിട്ടുള്ള പരിശ്രമത്താൽ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ചിങ്ങം രാശിയിൽ 15 നാഴികയും കന്നി രാശിയിൽ 45 നാഴികയും കൂടിച്ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ ഉത്രം നക്ഷത്രം. അതിൽ ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിൽ ഈ മാർച്ച് മാസത്തിൽ കർമ്മ മേഖലകളിലായാലും തൊഴിൽ മേഖലകളിലായാലും ആരോഗ്യ പരിപാലനത്തിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണം. പൊതുവേ ഈ ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. കൂടാതെ ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും മാർച്ച് 15-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യന് അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണം. തൊഴിൽ മേഖലകളിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മത്സരങ്ങളെ നേരിടേണ്ടതായിട്ട് വരുമെങ്കിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം ഈ മാർച്ച് മാസത്തിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ബുധൻ ജന്മരാശിയിലേക്ക് നോക്കുന്നതും 5-ാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് ഈ വ്യാഴം നോക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാനും പഠന സംബന്ധമായിട്ട് മുന്നേറ്റമുണ്ടാകുവാനും വളരെ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ്. വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതും 5-ാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് നോക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ്. പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാനും പ്രത്യേകിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്ന സമയമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം, വളരെ നല്ലതാണ്. ഇനി കന്നിരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാർക്കാണെങ്കിൽ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ബുധനാണെങ്കിലോ രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ രാഹുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നതും അഷ്ടമാധിപതിയായിരിക്കുന്നതായ ചൊവ്വയ്ക്കാണെങ്കിൽ 6-ാം ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ഈ മാർച്ച് മാസത്തിൽ ആരോഗ്യപരമായിട്ട് ആരോഗ്യ പരിപാലനത്തിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം.
ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ ഒരു സമയങ്ങളിൽ അഭിപ്രായ ഭിന്നത വരാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് വളരെയധികം ശ്രദ്ധ വേണ്ട സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. ഇനി സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അഭിവൃദ്ധിയും എല്ലാം കിട്ടുന്നുണ്ടെങ്കിലും കർമ്മസ്ഥാനത്ത് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം. ധനപരമായിട്ട് ഉയർച്ചയും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് കൂടുതൽ സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം. അതുകൊണ്ട് കന്നി രാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വരനെ നീരാഞ്ജനം ചെയ്തു പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വയ്ക്കിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്.